പാർത്ത നവീൻ ബാബുവിന്റെ വിഷയം ഓരോ ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ ചേലക്കര തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് വയനാട്. എങ്കിൽ പോലും നവീൻ ബാബുവിനെ മറന്നുകൊണ്ട് ഒരു ദിവസം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നവീൻ ബാബുവിന് നീതി കിട്ടണം, അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുവരെ നമ്മൾ ആ കുടുംബത്തിന്റെ പോരാട്ടത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ചില വിവരങ്ങൾ, അതായത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ചില വിവരങ്ങളാണ്, അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. നവീൻ ബാബുവിന്റെ ഭാര്യയെ കാണാൻ അമിത്ഷാ വരുന്നുണ്ട്. എന്ത് സഹായവും ചെയ്യാൻ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും കൊണ്ട് പ്രത്യേക ഗുണങ്ങളൊന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് നീതി കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരു ADM കൂടിയാണ്, പ്രത്യേകിച്ച് കളക്ടർ കൂടി ഇതിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഇതിൽ കുറച്ചുകൂടി ഇടപെടലുകൾ നടത്താൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപി അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ വരുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ അമിത്ഷാ ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ, ഈ CBIയുടെ ഒരു അന്വേഷണം കൂടി വന്നാൽ എന്താകും നവീൻ ബാബുവിന്റെ വിഷയം? നവീൻ ബാബുവിന്റെ വിഷയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കളി മാറും എന്നുള്ളത്. വളരെ കൃത്യമായി കേരളത്തിനകത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത് എന്ന് ഞാൻ പറയുമ്പോൾ ആ രീതിയിലല്ല, എങ്കിലും മരണപ്പെട്ടത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതികൾ എന്ന് സംശയിക്കുന്ന ഒരു കേസ്, അവരിലേക്ക് അന്വേഷണം എത്താത്ത ഒരു കേസ്, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മാത്രം ബലിയാടാക്കി, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, ബലിയാടാക്കിക്കൊണ്ട് അവരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു കേസ്. ഇതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ മാഫിയകളുടെ ഇടപെടലുകളുണ്ട്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് കൃത്യമായി നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ അന്വേഷണം ഏത് ഭാഗത്തു കൂടിയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം വീട് പൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭാര്യയ്ക്ക് പിന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന മനുഷ്യൻ, ഞാൻ ട്രെയിനിൽ കയറിയെന്ന് മക്കളെ വിളിച്ച് പറയുന്ന ഒരു അച്ഛൻ, ഞാൻ രാവിലെ വരും എന്നെ വിളിക്കാൻ വരണമെന്ന്. ഇതൊക്കെ നടക്കുന്നതിനിടയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അതും ഒരു ദിവ്യ എന്ന് പറയുന്ന ഒരു ജില്ലാ പ്രസിഡന്റ് എന്തോ പറഞ്ഞു, അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം പക്വതയില്ലാത്ത ഒരാളാണോ നവീൻ ബാബു എന്ന് നമ്മൾ കൂടുതൽ ഇതേ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് എവിടെയൊക്കെ തോന്നിപ്പോകുന്നു. ഇപ്പൊ ദിവ്യ പറഞ്ഞതുപോലെ ഞാൻ കറിവേപ്പിലയാണ്, എനിക്ക് ഗോഡ് ഫാദർ ഇല്ല. അത് ഗോവിന്ദനെതിരെയുള്ള ഒളിയമ്പാണ്. കാരണം ഗോഡ് ഫാദർ ഉണ്ട് എങ്കിൽ ആന്തൂരിലെ സാജനെ ആത്മഹത്യയിലേക്ക് നയിച്ച PK ശ്യാമളയെ കേസിൽ പോലും പ്രതിയാക്കാതെ ഊരിയെടുത്തതുപോലെ തന്നെയും ഊരിയെടുക്കാൻ ആളുകൾ ഉണ്ടായെന്നെ തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരിക പോലും ചെയ്യില്ല എന്നുള്ളതാണ് ദിവ്യ അതിലൂടെ പറയാതെ പറഞ്ഞു വെച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്രം കൂടുതൽ ഇടപെടലുകൾ നടത്തുമ്പോൾ CBI അന്വേഷണം, ഈ പോലീസ് അന്വേഷണം ADMന്റെ മരണത്തിലെ നീതി പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്നത്. അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിക്കും, ഇല്ലേ? തീർച്ചയായും. കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ധന്യ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അദ്ദേഹം വീട് പൂട്ടിയിറങ്ങി മക്കളോട് ഞാൻ നാളെ എത്തുമെന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഒരു PP ദിവ്യ അവിടെ നിന്ന് അദ്ദേഹത്തെ അവഹേളിച്ചുവെങ്കിലും അവിടുത്തെ ജീവനക്കാർക്ക് അദ്ദേഹത്തെ കൃത്യമായി അറിയാം. അവരെല്ലാം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരും ആശ്വസിപ്പിച്ചിട്ട് തന്നെയായിരിക്കും അദ്ദേഹത്തെ വിട്ടിട്ടുണ്ടാവുക. ഒരു കലക്ടറുടെ പ്രതിഷേധവും കലക്ടറുടെ പ്രതികാര നടപടിയും ഒക്കെ അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാം. അങ്ങനെയുള്ള അദ്ദേഹം വിചാരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് താൻ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്, തൻ്റെ കുടുംബത്തിനടുത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ വിട്ട് പോവുകയാണല്ലോ, പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്കായിരിക്കും അദ്ദേഹം എത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ നിന്നൊക്കെ സംഭവിച്ചത് വീണ്ടും അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ആര് വിളിച്ചിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയത്? എന്ത് കാര്യത്തിന് പുറത്താണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയത്? ഇനി ഡ്രൈവറെ ഒഴിവാക്കാനാണ് എന്ന പോലീസിന്റെ ന്യായമാണെങ്കിൽ ഡ്രൈവറോട് പറയാമല്ലോ, നാളെ ഞാൻ പോകുന്നുള്ളൂ, സിമ്പിളായി പറയാം. എന്തിനൊക്കെ വെട്ടിയും ബാഗും എടുത്ത് അദ്ദേഹത്തിന് പോവേണ്ട കാര്യം എന്താണ്? അദ്ദേഹം ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ആരെ കാണാൻ പോയി, അവിടെ ഇറങ്ങിയിട്ട് അദ്ദേഹം എവിടേക്കാണ് പോയത്, ഈ ഇതൊന്നും അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കിതുവരെ അതിൻ്റെ ഒരു റിപ്പോർട്ടും അല്ലെങ്കിൽ ആ അന്വേഷണ പുരോഗതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതൊക്കെ വളരെ സംശയാസ്പദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ പലതും സംശയിക്കുന്നുണ്ട്. നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ വേറൊന്നും ചെയ്യാനില്ലേ, മാറ്റിപ്പിടിച്ചുകൂടെ? മറ്റു മാധ്യമങ്ങളെല്ലാം മാറ്റിപ്പിടിക്കുമ്പോഴും നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ധന്യ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് നീതി
കിട്ടുന്നത് വരെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ നിരന്തരമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അമിത്ഷാ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഈ കലക്ടറുടെ ഇതിലെ നടപടി. കലക്ടർ എന്ന് പറയുന്നത് IAS ഉദ്യോഗസ്ഥനാണ്. ആ IASന്റെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കാൻ കഴിയും. തിരിച്ചു വിളിക്കാനുള്ള എല്ലാ അധികാരവും കേന്ദ്രത്തിനുണ്ട്. അങ്ങനെയുള്ള കേന്ദ്രത്തിൻ്റെ ഈ ഒരു ഇടപെടൽ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ തന്നെ ഇടപെടൽ, ഈ കലക്ടറെ തിരിച്ചു വിളിക്കുകയും കലക്ടർക്ക് നേരെ കേന്ദ്രത്തിന് അന്വേഷണം പ്രഖ്യാപിക്കാനും കഴിയും. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് അമിത്ഷാ മഞ്ജുഷയെ കാണാനെത്തുന്നത്. മഞ്ജുഷ തീർച്ചയായും അമിത്ഷയോട് തൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതിലെ സംശയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പറയാനുള്ള സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്, ഇന്റലിജൻസിനൊക്കെ ഇതിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇടപെടാനുള്ള കാര്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം CBI ഒരു അന്വേഷണത്തിനൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വരാനും പെട്ടെന്ന് അതിലേക്ക് എത്താനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും അമിത്ഷാ, കേന്ദ്രം ഈ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷാനിർഭരമായ കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് പറഞ്ഞത് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയില്ല. ഇപ്പോഴും നമ്മളത് പറയുന്നു. ചില വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്തിയാൽ പല ബിനാമി ഇടപാടുകളും ഹവാല ഇടപാടുകളും പല അനധികൃത സ്വത്ത് സമ്പാദ്യവും ഒക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടും, അഴിയെണ്ണും എന്നുള്ള കാര്യത്തിൽ സംശയം വേണം. എന്തായാലും കളക്ടറുടെ കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്ന്, കാരണം കളക്ടർ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. നമുക്ക് ഈ കളക്ടറുടെ ആദ്യം മുതലുള്ള ഒരു രീതി ഒന്ന് പരിശോധിക്കാം. കളക്ടർ ഈ നവീൻ ബാബുവിനെ വന്ന 10ാമത്തെ ദിവസം മെമ്മോ നൽകി. പിന്നീട് അങ്ങോട്ട് കളക്ടർ നവീൻ ബാബുവിനെ മാനസികമായി വലിയ സമ്മർദ്ദം കൊടുത്തു എന്നാണ് പറയുന്നത്. വീട്ടിലെത്തുമ്പോൾ പോലും കളക്ടർ സമാധാനത്തോടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പോലും നവീൻ ബാബുവിനെ സമ്മതിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, മാനസിക പീഡനങ്ങൾ അനുഭവിച്ച നവീൻ ബാബു ഒരു ദിവസം ദിവ്യ എന്ന് പറയുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അങ്ങ് അപമാനിതരായി ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തൊക്കെയോ എവിടെയൊക്കെയോ നമ്മളൊന്നും കാണാത്ത ദുരൂഹതകൾ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം പോയ നവീൻ ബാബു തിരിച്ചു വന്ന് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ, വീട്ടിലേക്ക് മടങ്ങിയ നവീൻ ബാബു തിരിച്ചു വന്ന് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നത് നമുക്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ്. ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അവിടുത്തെ കുറെ മാഫിയകൾ ചേർന്ന് കൊന്ന് കെട്ടിത്തൂക്കുന്നു എന്നൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? ആരെങ്കിലും കൊന്നതാണോ? അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തുകൊണ്ട് പോലീസ് പുറത്തുവിടുന്നില്ല? മരണം സംഭവിച്ചതിന്റെ കൃത്യമായ വിവരങ്ങൾ എന്തുകൊണ്ട് പോലീസ് പുറത്തുവിടുന്നില്ല? പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് സർക്കാർ സംവിധാനങ്ങൾ നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടാണ്? ഭാര്യയും മക്കളും വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ബന്ധുക്കൾ വരുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് എന്തിനാണ്? ആരെ രക്ഷിക്കാനാണ്? ഇതൊക്കെ നമ്മുടെ മുന്നിൽ പല ആവർത്തി നമ്മൾ ചോദിച്ച് മടുത്ത ചോദ്യങ്ങളാണ്. ഇതിനൊക്കെയുള്ള ഉത്തരം ആരാണ് തരേണ്ടത്? ആ തരേണ്ടവർ മൗനം പാലിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ധന്യ. മാത്രമല്ല, കലക്ടർ ജോയിൻ ചെയ്യാൻ വന്ന ദിവസം തന്നെ നവീൻ ബാബുവിനെതിരായിക്കൊണ്ട് പ്രതികാര നടപടി തുടങ്ങിയിരുന്നു എന്നാണ്. അദ്ദേഹം കുറച്ച് ലേറ്റായി പോയ സമയത്ത് തന്നെ അദ്ദേഹത്തിന് മെമ്മോ കൊടുത്തു, കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം വരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തോടൊരു പ്രതികാര നടപടിയും ഒരു ദേഷ്യവും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് വരുന്ന ആളാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി പുറകിലേക്ക് അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. കുടുങ്ങേണ്ട ആളുകൾ, ഇതിൽ പ്രതികളായ ആളുകൾ കുടുങ്ങേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി വരുന്നത് വളരെ പ്രതീക്ഷയ്ക്ക് നമുക്കെല്ലാം വകയേകുന്നുണ്ട്. ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ. തീർച്ചയായിട്ടും.